ഹായ്! ഇന്ന് പുറ്റിങ്ങലമ്മയുടെ അഞ്ചാം ഉത്സവമാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തില് ഇന്ന് അഞ്ചാം ദിവസം മരം വരവാണ്. എല്ലാ കരയിലും നിന്നുള്ള മരം അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിലെ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. കാരണം ഇത്രയും ദിവസം അമ്പലത്തിൽ പോണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അഞ്ചാം ഉത്സവത്തിനന്ന് ഞങ്ങള് രാത്രി 10 മണിയാവാറായപ്പോഴാണ് അമ്പലത്തിലോട്ട് എത്തുന്നത്. എല്ലാം ഒരുവിധം കഴിയാറായി. എങ്കിലും അത്യാവശ്യം കുറച്ച് ക്ലിപ്പുകൾ മാത്രം കിട്ടിയിട്ടുണ്ട്. അഞ്ചാം ഉത്സവമായിട്ട് പോലും ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല. മരം വരവിന് എല്ലാ കരയിൽ നിന്നുമുള്ള എല്ലാ ആളുകളും ഉണ്ടാവും. എല്ലാവരും എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരായിരിക്കും അതില് കൂടുതലും. മരം കൊണ്ടുവരുന്നത് അവരാണ്. അത് നേരെ അമ്പലത്തിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം അതിന്റെ കുറച്ച് ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. തീ കൊളുത്തി അവരുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പേരും ഉണ്ടാവും. കുട്ടികളോടൊപ്പം മുതിർന്നവരും അതിനകത്ത് പങ്കുചേരും. പിന്നെ കൂടാതെ കൊട്ടും, മേളവും നല്ല ആഘോഷമായിട്ടാണ് അവരാ മരം അമ്പലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഞങ്ങള് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയില്ലെങ്കിലും ഒരുവിധം പകുതി വരെ ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ചു നേരം നിന്ന് കണ്ടിട്ട് ഞങ്ങള് നേരെ തിരിച്ചു പോന്നു. വേറൊന്നും കൊണ്ടല്ല. ആഘോഷങ്ങളെല്ലാം അതിന്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയത്. ശരിക്കും നേരത്തെ വരണോന്ന് വിചാരിച്ചതാ. ഉം സമയത്തിന്റെ കുറച്ച് പ്രശ്നം കാരണം താമസിച്ചു പോയി. വളരെ കുറച്ച് ക്ലിപ്പുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും നല്ലതായിരുന്നു ഉത്സവം. ഉത്സവത്തിന് എന്നും പോണം പോണംന്ന് വിചാരിച്ചിരുന്നിട്ട് മരം വരവിന്റെ അന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയം തന്നെയായിരുന്നു ഞങ്ങൾ പോയത്. മേളവും, പാട്ടും, കുട്ടികളുടെ ആഘോഷവും എല്ലാം ആയിട്ട് ശരിക്കും പറഞ്ഞാ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ പരവൂര്. പരവൂരെന്ന് പറയുമ്പോ ശരിക്കും അമ്പലത്തിന്റെ ചുറ്റുപാട് മാത്രമായിരുന്നില്ല. ആ ജംഗ്ഷൻ മുതല് നമ്മൾ പരവൂരോട്ട് ആ കേറുന്ന സ്ഥലം വരെ നല്ല തിരക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ആ തിരക്ക് എത്രത്തോളാണെന്ന്. നമുക്കൊന്ന് ശ്വാസം പോലും വിടാൻ പറ്റാത്തത്ര തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഈ തിരക്കും, ആളും, ബഹളവും ഒന്നും ആ മരം വരവിനെ തടഞ്ഞിരുന്നില്ല. കാരണം അവര് അപ്പോഴും അതേ എനർജിയോടെ ആ കൊണ്ടുവന്ന അതുപോലെ തന്നെയാണ് അവർ അമ്പലം വരെ അത് കൊണ്ടുപോയത്. ശരിക്കും പറഞ്ഞാ അവര് കുറച്ചു നേരം അല്ല ആ മരം കൊണ്ടുവരുന്നത്. നല്ല ആഘോഷമായിട്ടാണ് അത് വരുന്നതെങ്കിലും അതിൽ ഒരുപാട് പേരുടെ നല്ല കഷ്ടപ്പാടുണ്ട്. ഇത്രയും പേരുള്ളതുകൊണ്ട് വലിയ പാട് കാണില്ല എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിലും ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അത് അടുത്ത് കണ്ടപ്പോഴത്തേക്കാണ് അതിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലായത്. അത് കൊണ്ടുവരുമ്പോൾ ഇത്രയും നീളമുള്ളതായിരിക്കുമെന്നും അത്യാവശ്യം വെയിറ്റ് ഉള്ളതായിരിക്കുമെന്നും ആർക്കും മനസ്സിലാവത്തില്ല. ആ മരം അവർ ആഘോഷപൂർവ്വം അമ്പലത്തിന്റെ മുന്നിലേക്ക് എത്തിക്കും. ശരിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ഥലം ശൂന്യമായതുപോലെയാണ് തോന്നിയത്. ആളും ബഹളവും തിരക്ക് എല്ലാം ആ മരത്തിന്റെ കൂടെ തന്നെ പോയതുപോലെ. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഞങ്ങളും വീട്ടിലേക്ക് പോന്നു.